ഇന്നലെ ചെയ്ത ആ പ്രോബ്ലം പ്രിൻറ്റ് ദ ഫോളോയിങ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് 2 പാറ്റേൺ തന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളെ ക്വസ്റ്റ്യൻ പ്രിൻറ്റ് ദ ഫോളോയിങ് പാറ്റേൺ 1 1 2 1 2 3 1 2 3 4 അങ്ങനെയുള്ള പാറ്റേണാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇത് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിക്കുക. ഒരു ലൂപ്പ് കൊണ്ട് പറ്റില്ല. കാര്യം ഒരു ലൂപ്പ് കൊണ്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് റോസ്, അപ്പം അത്രയും പ്രാവശ്യം നമുക്ക് റോസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഓരോ റോയിലും നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻസിനെ അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 2, തേർഡ് റോയിൽ 3. അപ്പോൾ ഓരോ റോയിലും പിന്നെയും നമുക്ക് വേണ്ട. അപ്പോൾ ഒരു ലൂപ്പ് കൊണ്ട് നടക്കില്ല. ഒരു ലൂപ്പിൻ്റെ അകത്ത് തന്നെ, അതായത് ഫസ്റ്റ് റോയിൽ വന്നിട്ട് എത്ര പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൂപ്പിലാവണം. സെക്കൻഡ് റോയിൽ വരുമ്പോഴത്തേക്കും അവിടെ എത്ര പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതൊരു ലൂപ്പിലാവണം. അങ്ങനെ അത് ഒരു ഇന്നർ ലൂപ്പും കൂടി ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ് ഇൻക്ലൂഡ് ചെയ്തു, മെയിൻ ചെയ്തു, വോയിഡ് മെയിൻ, ദെൻ 2 ലൂപ്പിന് വേണ്ടിയിട്ട് 2 വേരിയബിൾസ് ഇൻറ്റ് ഐയും ജെയും നമ്മൾ ചെയ്യുന്നു. അതുപോലെ നമ്പർ ഓഫ് റോസ് റീഡ് ചെയ്യാൻ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചോദിക്കാം പ്രിൻ്റ് എഫ് എത്ര റോസ് ആണ് എന്നുള്ളത്. എൻ്റർ നമ്പർ ഓഫ് റോസ്. ഓക്കെ, ഇനി അത് റീഡ് ചെയ്യുക. സ്കാൻഎഫ് %d, ആംപർസൻഡ് നമ്പർ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യുക 4 i is equal to 1, i is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ i is equal to 0, i less than നമ്പർ i പ്ലസ് പ്ലസ് എന്നാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് 1 വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത്, ഇപ്പോൾ 4 റോസ് ആണെങ്കിൽ 3 വരെ 0 1 2 3, 5 റോസ് ആണെങ്കിൽ 4 വരെ 0 1 2 3 4. അതുകൊണ്ടാണ് ഇങ്ങനെ ലെസ് ദാൻ നമ്പർ നമ്മൾ കൊടുക്കുന്നത് അല്ലേ, നമുക്കറിയാം. ഇനി ഇത് 1 തൊട്ടാണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ എന്ന് കൊടുക്കുക. നമുക്കിത് പ്രിൻറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി ഇത് 1 തൊട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതും കൂടി ഒരു മനസ്സിൽ കാണണം. അത് 0 പ്രിൻറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പാറ്റേണിൽ 1 1 2 എന്നാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഇന്നർ ലൂപ്പ്, ഇനിയിപ്പോൾ ഈ ഇന്നർ ലൂപ്പ് ഇല്ലാതെ തന്നെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുക. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിൻ്റ് ഓഫ് %d, i. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. ഞാൻ കമ്പൈൽ ചെയ്തു. ഇനി അതിനെ റൺ ചെയ്യുന്നു. അതിൻ്റെ നമ്പർ ഓഫ് റോസ് ഞാൻ 4 കൊടുത്തു. ഉണ്ടോ? അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എന്ന് അങ്ങ് പ്രിൻറ്റ് ചെയ്തിരിക്കുക. അത് അടുത്ത ലൈനിലേക്ക് പോലും പോവില്ല. അത് അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് സെയിം ലൈനിൽ തന്നെ പ്രിൻറ്റ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് പോകാൻ നമ്മൾ എഴുതിയിട്ടില്ല ഇവിടെ. അപ്പോൾ അടുത്ത ലൈൻ, ഇപ്പോൾ ഒരു ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എല്ലാം അടുത്തടുത്ത് കൺസിക്യൂട്ടീവായിട്ട് എഴുതിയിരിക്കുന്നുണ്ട് 1 2 3 4 എന്ന് സ്പേസ് ഇല്ലാതെ. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് ഞാൻ 4 കൊടുത്തു. അവിടെ ഗ്യാപ്പ് വന്നു. ഓക്കെ, നമുക്കതല്ല വേണ്ടത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇത് നമുക്ക് ഒരു റോയിൽ ആ നമ്പേഴ്സിനെ ഫുള്ള് പ്രിൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ഒരു ഇന്നർ ലൂപ്പ് വേണം. ഇന്നർ ലൂപ്പിൻ്റെ അകത്ത് 4 j is equal to 1, j less than or equal to സെയിം നമ്പർ തന്നെ കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്പറല്ല നമ്മളിവിടെ കൊടുക്കണം. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ 4 ആണെങ്കിൽ 4 വരെ ഇന്നർ ലൂപ്പും പോവും. ഓക്കെ, അപ്പം എന്നിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് റോയിൽ
1 to 4 വരെ പോവും, സെക്കൻഡ് റോയിൽ 1 to 4 വരെ പോവും, തേർഡ് റോയിൽ 1 to 4 വരെ പോവും. അപ്പോൾ എല്ലാ റോയിലും 1 തൊട്ട് 4 വരെ പ്രിൻ്റ് ചെയ്ത് പോവും. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം ഇവിടെയും j = 1 to നമ്പർ വരെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കമ്പൈൽ ചെയ്യുകയാണ്. നമ്പർ ഓഫ് റോസ് ഞാൻ 4 കൊടുത്തു. സി 1 1 1 1 ഇവിടെ ഞാൻ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജെ കൊടുത്തെന്ന് വെച്ചാൽ ജെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ ഒന്നും കൂടി ഞാൻ കമ്പൈൽ ചെയ്തു റൺ ചെയ്യുന്നു. നമ്പർ ഓഫ് റോസ് ഞാൻ 4 അഗെയിൻ 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ പ്രിൻ്റ് ചെയ്യും. സെയിം ലൈനിൽ നമുക്ക് സെയിം ലൈനിൽ അതൊരു ഓരോ റോയിലാണ് നമ്മൾ നമ്പർ ഓഫ് റോസിലോ ഫസ്റ്റ് റോ കഴിഞ്ഞ് സെക്കൻഡ് റോയിൽ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഈ കേസ് തന്നെയാണെങ്കിൽ ഇപ്പോൾ 1 2 3 4 അത് കഴിഞ്ഞ് അടുത്ത റോയിൽ 1 2 3 4 അടുത്ത റോയിൽ 1 2 3 അങ്ങനെ എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മളിവിടെ ന്യൂ ലൈൻ ക്യാരക്ടർ എഴുതിയിട്ടില്ല. ന്യൂ ലൈൻ ക്യാരക്ടർ എവിടെയാണ് എഴുതേണ്ടത്? നമുക്ക് ആ ഒരു റോ കഴിഞ്ഞിട്ട് ഈ ഇന്നർ ലൂപ്പാണ് ഒരു റോ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റോ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഔട്ടർ ലൂപ്പിലേക്ക് അടുത്ത പ്രാവശ്യം പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുക. ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇത് ശരിയാണോ? ശരിയല്ല. എനിവേ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് റോസ് അഗെയിൻ 4 കൊടുത്തു. സി നോ എഫക്റ്റ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഈ ന്യൂ ലൈൻ ക്യാരക്ടർ നമ്മൾ ഈ ഒരു റോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഈ ലൂപ്പിലേ വരുന്നില്ല, 2 ലൂപ്പിലും വരുന്നില്ല. കാര്യം ഈ ഫോർ ലൂപ്പിന് കേളി ബ്രാക്കറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇതിൻ്റെ ബോഡിയിൽ വരത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർ ലൂപ്പാണ്. ആ ഫോർ ലൂപ്പിൻ്റെ അകത്ത് അവിടെയും ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇതിൻ്റെ ബോഡിയിൽ വരുള്ളൂ. അപ്പം അത് ഈ പ്രിൻ്റ് എഫ് ആണ്. ഓക്കെ, അപ്പം ഈ ലൂപ്പിൻ്റെ അകത്ത് ഈ ലൂപ്പിൻ്റെ അകത്ത് ഈ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. അപ്പം ഇത് പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെയും ഔട്ടർ ലൂപ്പിലേക്ക് പോവും, പിന്നെയും ഇത് ചെയ്യും. അതിപ്പോൾ നേരത്തെ ചെയ്യുന്ന ഒരു വ്യത്യാസവും ഇല്ല. ഈ പ്രിൻ്റ് എഫ് ശരിക്കും ഇതിൻ്റെ 4ൻ്റെ അകത്ത് വരേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലുണ്ടെങ്കിലും അത് വന്നിട്ടില്ല. അതിന് ഇവിടെ ഒരു ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ആ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ ഇന്നർ ഫോർ ലൂപ്പും വന്നു, ഈ പ്രിൻ്റ് എഫും വന്നു. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇന്നർ ഫോർ ലൂപ്പും വന്നു, ഈ പ്രിൻ്റ് എഫും വന്നു. ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡിയിൽ അപ്പം ഒരു ഫോർ ലൂപ്പും ഉണ്ട്, ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഔട്ടർ ലൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഓരോ റോയിലേക്ക് പോയതാണ്. 1 2 3 4 അടുത്ത ലൈനിലേക്ക് 1 2 3 4 1 2 3 4. നമുക്കിതല്ല നമ്മുടെ ഔട്ട്പുട്ട് വേണ്ടത്. സ്റ്റിൽ അത് ഓരോ റോയിലേക്ക് പോയി. നമുക്ക് വേണ്ടത് ഒരു റോയിൽ 1, രണ്ടാമത്തെ റോയിൽ 1 2, മൂന്നാമത്തെ റോയിൽ 1 2 3 അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നോക്കുക, അതപ്പോൾ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്യും? ഇത് നോക്കിക്കേ, ഇവിടെ J1 തൊട്ട് നമ്പർ വരെ പോയത് കൊണ്ടാണ് ആ 1 2 3 4 എന്ന് പറഞ്ഞത്. നമ്പർ വരെ പോകണ്ട, നമുക്ക് ഫസ്റ്റ് റോയിലാണെങ്കിൽ ഫസ്റ്റ് 1 വരെ പോയാൽ മതി, രണ്ടാമത്തെ റോയിലാണെങ്കിൽ 2 വരെ പോയാൽ മതി. ഈ റോ എവിടെ ഉണ്ട്? അതുകൊണ്ട് ഈ I = 1 എന്ന് പറയുന്നതല്ലേ ഫസ്റ്റ് റോ. അപ്പം J = 1 to ആ 1 വരെ പോയാൽ മതി. അപ്പം
2 ആണെങ്കിൽ 2 വരെ പോയാൽ മതി, 3 ആണെങ്കിൽ 3 വരെ പോയാൽ മതി, 4 ആണെങ്കിൽ 4 വരെ പോയാൽ മതി. അതുകൊണ്ട് ഇന്നർ ലൂപ്പ് അപ്പോൾ ഓരോ പ്രാവശ്യവും അത് ആ ഔട്ടർ ലൂപ്പിൻ്റെ അത്ര വരെ പോവുക. ഓക്കെ, അപ്പം i1 to നമ്പർ വരെയും j1 to i വരെയും ഔട്ടർ ലൂപ്പ് എത്രയാണ് അതുവരെ പോവുക. അപ്പം നമുക്ക് വാല്യൂ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഇതാണ് 1 1 2 1 2 3 1 2 3 4 കണ്ടോ. അപ്പോൾ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടി. ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് റോസ് ഞാൻ 10 കൊടുക്കുന്നു. 10. ഓക്കെ, അപ്പം 10 റോസ് അവിടെ കിട്ടുകയാണ്. ഞാൻ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇതിനകത്ത് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് ആ സ്റ്റാർ മാത്രം, ആ വാല്യൂവിന് പകരം സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ട, അതിന് പകരം സ്റ്റാർ ആക്കുക. ഓക്കെ, അപ്പം ആ സ്റ്റാർ മാത്രം അവിടെ പ്രിൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ അത് വാല്യൂവിനൊന്നും വേറെ ഒരു പ്രസക്തിയും ഇല്ല. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് കമ്പൈൽ ചെയ്യാം. റൺ ചെയ്തു. ഞാൻ 5 കൊടുത്തു. 5 rows of stars. 7 rows of stars. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, ആ കോഡൊന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് എഴുതാത്തവർ തന്നെത്താനെ ഒന്ന് എഴുതി മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.